ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കേരളത്തിൽ ഇപ്പോൾ ഒമിക്രോൺ കോവിഡ് വ്യാപകമായിട്ടാണ് വന്നു പോയിരിക്കുന്നത്. സാധാരണ മുൻപത്തെ തരങ്ങളിൽ ഒന്നാമത്തെ രണ്ടാമത്തെ തരംഗത്തിൽ കണ്ടതുപോലുള്ള കോംപ്ലിക്കേഷൻസ്, ശ്വാസകോശ പ്രശ്നങ്ങളോ രക്തത്തിൽ ഓക്സിജൻ കുറയുന്ന പ്രശ്നങ്ങളോ ഒന്നും ഈ ഒമിക്രോണിന് ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഒമിക്രോൺ വന്നു പോയവരിൽ വളരെ കോമൺ ആയിട്ട് മൂക്കൊലിപ്പ്, തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ, ചുമ പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുമുണ്ട്. കോവിഡ് രോഗം നെഗറ്റീവ് ആയിരുന്നാൽ പോലും ഇവർക്ക് പലരിലും ഇത് വിട്ടുമാറുന്നില്ല. പലപ്പോഴും നമുക്ക് സൈനസിനകത്ത് കഫം എപ്പോഴും അടഞ്ഞിരിക്കുക, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മുരട് അനക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണുക, ഇല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ചുമ വരിക, ചുമച്ച് തൊണ്ടയിൽ നിന്നും കഫം പോകേണ്ട ഒരു സിറ്റുവേഷൻ, നമ്മൾ സ്ഥിരമായിട്ട് തൊണ്ടയിലേക്ക് ഇങ്ങനെ നമ്മൾ കഫം വലിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കഫം വന്നിറങ്ങുന്ന പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് പോലുള്ള അവസ്ഥകൾ, സൈനസിനകത്ത് കഫക്കെട്ട്, ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കോവിഡ് രോഗം വന്ന് മാറിയവരിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഈ സൈനസിനകത്തും മൂക്കിൻ്റെ വശങ്ങളിലും തൊണ്ടയിലും അടിഞ്ഞുകൂടുന്ന കഫം എങ്ങനെ എത്രയും പെട്ടെന്ന് ഇളകിപ്പോകാം, ചില സിമ്പിൾ മാർഗങ്ങൾ, ചില സിമ്പിൾ ടിപ്സ് ഞാനിവിടെ വിശദീകരിക്കാം. ഈ ഒമിക്രോൺ കോവിഡ് പടരുന്ന ഈ ഒരു സമയത്ത് നെഗറ്റീവ് ആകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവാണിത്. കോവിഡ് നെഗറ്റീവ് ആയാലും വളരെ കോമൺ ആയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സൈനസിനകത്ത് വേദന, തൊണ്ടയ്ക്കകത്ത് ചെറിയ വേദന, ഇറിറ്റേഷൻ, ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട്. പലപ്പോഴും തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു, തൊണ്ടയ്ക്ക് നമ്മൾ തൊടുന്ന സമയത്ത് പെയിൻ വരുന്ന ഒരു സാഹചര്യവും പലർക്കും കണ്ടുവന്ന് വരാം. ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ കർപ്പൂരം ഇല്ലേ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്ന പച്ച കർപ്പൂരം എന്ന് പറയുന്ന ക്യാംഫർ, ഈ ക്യാംഫർ പച്ച കർപ്പൂരം നിങ്ങൾ വാങ്ങി വയ്ക്കുക. എന്നിട്ട് നിങ്ങളൊരു ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെളിച്ചെണ്ണ നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നിങ്ങൾ ഈ കർപ്പൂരം ഇട്ട് അലിയിക്കുക. നിങ്ങളൊരു അല്പം കർപ്പൂരം ഇട്ട് നിങ്ങൾ എത്രത്തോളം അലിയുമോ അതിനനുസരിച്ച് കർപ്പൂരം കൂടുതൽ ചേർക്കുക. നന്നായിട്ട് ഇനി കൂടുതൽ ഈ വെളിച്ചെണ്ണയിൽ അലിയില്ല എന്ന് തോന്നുന്ന വിധം നന്നായിട്ട് സാച്ചുറേറ്റ് ചെയ്യുക. ഇതിന് നല്ലൊരു കർപ്പൂരത്തിൻ്റെ മണമുള്ള ഒരവസ്ഥയിലേക്ക് ഈ വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. ഇത് ചെറു ചൂടോടുകൂടി നിങ്ങൾക്ക് ഈ സൈനസിൻ്റെ കഫമുള്ള ഭാഗത്ത് നിങ്ങൾക്ക് പുരട്ടുന്നത് നല്ലതാണ്. ഇവിടെ നെറ്റിയിലോ ഇല്ലെങ്കിൽ മൂക്കിൻ്റെ വശങ്ങളിലോ തൊണ്ടയിലോ പുരട്ടുക. പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള കഫം പെട്ടെന്ന് പോകുന്നതിനും ഈ ഭാഗത്തുള്ള വേദന പെട്ടെന്ന് മാറുന്നതിനും ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ സഹായിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സൈനസിനകത്ത് കഫവും അതോടൊപ്പം വേദനയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ വെളുത്തുള്ളി ചതച്ചിട്ട് അത് ഈ പറഞ്ഞ പോലെ ഈ വെളിച്ചെണ്ണ എടുത്ത് നിങ്ങൾ ടേബിൾ സ്പൂണിലെടുത്ത് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ചതച്ച വെളുത്തുള്ളി ഒരു അല്പം ചൂടാക്കുക. എന്നിട്ട് അതൊരു ചെറു ചൂടോടുകൂടി നെറ്റിയിലോ തൊണ്ടയിലോ പുരട്ടുക. നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ, ലൈക്ക് ഡ്രൈ സ്കിൻ ഉണ്ട്, അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, ചെറിയ കുട്ടികളാണ്, ഇവർക്കൊന്നും നിങ്ങൾ ഈ വെളുത്തുള്ളിയുടെ കോമ്പിനേഷൻ ഉപയോഗിക്കരുത്. കാരണം അത് ഒരു പക്ഷേ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാനോ സ്കിന്നിന് ചൊറിച്ചിലോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാർക്കല്ലെങ്കിൽ അവർക്ക് ഈ തൊണ്ടയിലും സൈനസിൻ്റെ ഭാഗത്തുള്ള വേദനയ്ക്കും കഫത്തിനും വെളുത്തുള്ളിയുടെ കോമ്പിനേഷൻ ഉപയോഗിക്കാം. ഇനി അതല്ലാതെ ആയുർവേദത്തിൽ, എൻ്റെ വൈഫ് ആയുർവേദ ഡോക്ടറാണ്, പുള്ളിക്കാരത്തി പറയുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്, അത് ഫലപ്രദമാണ്. രാസ്നാദി പൊടിയില്ലേ, നമ്മൾ സാധാരണ അങ്ങാടിക്കടകളിലോ മെഡിക്കൽ സ്റ്റോറിലോ കിട്ടുന്ന, ആൾക്കാർ കുളിച്ച് കഴിഞ്ഞിട്ട് തലയിൽ ഇടുന്നത് പലരും കണ്ടിട്ടുണ്ട്. അതൊരു ആയുർവേദ മരുന്ന് കൂട്ടാണ്. രാസ്നാദി പൗഡർ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരെടുത്തിട്ട് നാരങ്ങാനീര് ഗ്യാസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. നാരങ്ങാനീരിനകത്ത് നിങ്ങൾ ഈ രാസ്നാദിപ്പൊടി ഒന്ന് കുഴയ്ക്കുക. എന്നിട്ട് ചെറു ചൂടോടുകൂടി നിങ്ങൾ നെറ്റിയിൽ ഈ ഒരു ഭാഗത്ത് പുരട്ടുക, സൈനസിൻ്റെ ഭാഗത്ത് പുരട്ടുക. ഇത് സൈനസിനകത്ത് വരുന്ന അടിഞ്ഞുകൂടുന്ന കഫം പോകാനും സൈനസിനുണ്ടാകുന്ന വേദന പെട്ടെന്ന് മാറാനും സഹായിക്കും. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഈ 3 കോമ്പിനേഷൻസും നിങ്ങൾക്ക് ഈ സൈനസ്, ഈ നാരങ്ങാനീരിലെ രാസ്നാദിപ്പൊടി സൈനസുകൾക്കും, അതുപോലെ തന്നെ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും ചേർത്തിട്ട്, അല്ലെങ്കിൽ വെളുത്തുള്ളിയും കർപ്പൂരവും ചേർത്തിട്ട് തൊണ്ടയിലോ മൂക്കിലോ പുരട്ടാനോ ഉപയോഗിക്കാം. രാസ്നാദിപ്പൊടിയും നാരങ്ങാനീരുള്ള കോമ്പിനേഷൻ നിങ്ങൾ തൊണ്ടയിൽ ഉപയോഗിക്കേണ്ട. തൊണ്ടയ്ക്ക് അതിന് വലിയ ആക്ഷൻ ഇല്ല. പക്ഷേ അപ്പർ റെസ്പിറേറ്ററി ഏരിയയിൽ, നമ്മുടെ സൈനസിലും മൂക്കിനും വരുന്ന അടവിനും കഫക്കെട്ടിനും, പ്രത്യേകിച്ച് കോവിഡ് രോഗം വന്നു മാറിയിട്ടുണ്ടാകുന്ന കഫം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയ്ക്ക് ഈ പറയുന്ന കോമ്പിനേഷൻ ഇടുന്നത് നല്ലതാണ്. ഇനി തൊണ്ടവേദനയ്ക്കും തൊണ്ടയിലെ കഫം പോകാൻ വേണ്ടി ഗാർഗിൾ ചെയ്യുന്നത് പലർക്കും പല കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മൾ ഈ തൊണ്ടയ്ക്ക്, പ്രത്യേകിച്ച് കോവിഡ് രോഗം വന്ന് മാറിയിട്ടുള്ള ഇറിറ്റേഷനും കഫം പോകുന്നതിനും വേണ്ടി ഗാർഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ വെറും ചൂടുവെള്ളം ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഉപ്പിട്ട് നിങ്ങൾ വെള്ളം ചൂടാക്കി ഗാർഗിൾ ചെയ്യുക, ഇല്ലെങ്കിൽ
ഇഞ്ചി ചതച്ച് അതിൻ്റെ ചാറ് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ ചാറെടുത്തിട്ട് അതൊരു അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചേർത്ത് ഗാർഗിൾ ചെയ്യുക. ഇത് തൊണ്ടയുടെ ഇറിറ്റേഷൻ മാറുന്നതിന് സഹായിക്കാറുണ്ട്. പലരും ഈ തൊണ്ടയുടെ കോവിഡിൻ്റെ പ്രശ്നമല്ലേ എന്ന് കരുതിയിട്ട് നാരങ്ങാ നീര് ചൂടുവെള്ളത്തിൽ ചേർത്ത് ഗാർഗിൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ മഞ്ഞളിട്ട വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യാനോ പറയാറുണ്ട്. എന്നാൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. പ്രത്യേകിച്ച് തൊണ്ടയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ ഇട്ടൊക്കെ ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ അത് കഴിഞ്ഞ് ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നതിന്, തൊണ്ട പൊട്ടി രക്തം വരുന്നതിനെല്ലാം കാരണമാകും. അതുകൊണ്ട് നാരങ്ങ ഉപയോഗിക്കേണ്ട, പകരം ഇഞ്ചി ചതച്ച് ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് ഗാർഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ സൈനസിൻ്റെയും ഈ തൊണ്ടയിലും അടിഞ്ഞുകൂടുന്ന കഫം പോകാനായിട്ട് ആവി പിടിക്കേണ്ടത് എങ്ങനെ, ആവി പിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് സിമ്പിളായിട്ട് ആവി പിടിക്കാം. അതായത് ഒന്നുകിൽ നിങ്ങളൊരു വേപ്പറൈസറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെറും വെള്ളത്തിൽ വേപ്പറൈസറിൽ ആവി പിടിക്കാം. ഇനി അതല്ല, നിങ്ങൾ ഇപ്പോൾ ഒരു പുട്ടുകുടത്തിൽ അല്ലെങ്കിൽ നീളമുള്ള ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ആവി പിടിക്കുകയാണെങ്കിൽ അതിന് ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ചേർക്കുന്ന ഒന്നുകിൽ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ട് ആവി പിടിക്കാം. ഉപ്പ് ചേർത്ത് ആവി പിടിക്കുമ്പോഴുള്ള പ്രത്യേകത, ഉപ്പിന് നമ്മുടെ ഈ ഇൻഫ്ലമേറ്ററി ഏരിയയിൽ വരുന്ന രക്തക്കുഴലിന് ചുറ്റുമൊക്കെ അടിഞ്ഞുകൂടുന്ന കഫം ഇളകി പോകാനായിട്ട് സഹായിക്കും. അതിന് ഏറ്റവും നല്ലത് കല്ലുപ്പാണ്. കല്ലുപ്പിനകത്തുള്ള പ്രത്യേകത, ഇവയ്ക്കകത്ത് മൾട്ടി മിനറൽസ് ഉണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഈ കഫം ഇളകി പോകുന്നതിന്, ഇൻഫ്ലമേഷൻ കുറയുന്നതിനും സഹായിക്കും. മാത്രമല്ല കല്ലുപ്പിനകത്ത് അയഡിൻ ചേർത്ത്, അയഡൈസ്ഡ് കല്ലുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ആവി പിടിക്കുന്നതിന് നല്ലത്. കാരണം അയഡിന് ഈ കഫം ഇളകിപ്പോകാനുള്ള, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്. കല്ലുപ്പ് ഉപയോഗിക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് നിങ്ങൾ ആവി പിടിച്ചാൽ മതിയാകും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലർജിക് ടെൻഡൻസി ഉള്ളവർക്ക് കോവിഡ് സമയത്ത് ഈ കഫം സൈനസിനകത്ത് വിട്ടുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങളൊരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ മഞ്ഞൾ പൊടി, നിങ്ങൾ പൊടിപ്പിച്ച മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് ആവി പിടിക്കുന്നത് കഫം ഇളകി പോകാനായിട്ട് സഹായിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയഡിൻ ടിങ്ചർ നമുക്ക് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. അയഡിൻ ടിങ്ചർ ഒരു 3-4 തുള്ളി നിങ്ങൾ 2 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് ആവി പിടിക്കുന്നത് നല്ലതാണ്. ഇതും കഫം ഇളകി പോകാൻ, സൈനസ് ഒന്ന് ക്ലിയർ ആകുന്നതിന് സഹായിക്കും. ആവി പിടിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 2-3 കാര്യങ്ങളുണ്ട്. സാധാരണ കോമൺ ആയിട്ട് ഈ വിക്സ്, അമൃതാഞ്ജൻ പോലുള്ള വേപ്പോ റബ്ബുകൾ ഇട്ട് ആൾക്കാർ ആവി പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഇത് ആവി പിടിക്കുമ്പോൾ മൂക്കിനകത്ത് ഒരു കൂൾ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. എന്നാൽ കഫമുള്ളവർ, സൈനസിന് ഇൻഫെക്ഷൻസ് ഉള്ളവർ ഒരിക്കലും ഇത്തരത്തിൽ ഈ വേപ്പോ റബ്ബുകൾ ഇട്ട് ആവി പിടിക്കരുത്. ഇത് അവിടെ കഫം കൂടുതൽ അടിഞ്ഞുകൂടുന്നതിനും മൂക്കിനകത്ത് കൂടുതൽ ഡ്രൈനസ് വരുന്നതിനും ഇൻഫെക്ഷൻ മാറാതെ നിൽക്കുന്നതിനും കാരണമാകും. മാത്രമല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ കോമൺ ആയിട്ട് പലരും ചെയ്യുന്നതാണ്, ആവി പിടിച്ചതിന് ശേഷം ഉള്ള കഫം പോകാൻ വേണ്ടി ശക്തിയായിട്ട് മൂക്ക് ചീറ്റുന്ന സ്വഭാവം ഒരുപാട് പേർക്കുണ്ട്. എന്നാൽ മനസ്സിലാക്കിയിരിക്കുക, ഇത്തരത്തിൽ ശക്തിയായിട്ട് നമ്മൾ ആവി പിടിച്ചതിന് ശേഷം ശക്തിയായിട്ട് മൂക്ക് ചീറ്റി കഴിഞ്ഞാൽ ഇത് മൂക്കിനകത്തുള്ള രക്തക്കുഴലുകൾ പൊട്ടി പെട്ടെന്ന് ബ്ലീഡ് ചെയ്യാൻ കാരണമാകും. കാരണം നമ്മൾ ആവി പിടിക്കുമ്പോൾ മൂക്കിനകത്തുള്ള ചെറിയ രക്തക്കുഴലുകൾ ഡയലേറ്റ് ചെയ്യും, വികസിക്കും. നമ്മൾ അതിനുശേഷം ശക്തിയായിട്ട് മൂക്ക് ചീറ്റുമ്പോൾ മൂക്കിൻ്റെ ഉൾവശത്തുള്ള രക്തക്കുഴലുകൾ പൊട്ടാനും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻഫെക്ഷൻ്റെ ഒപ്പം അത് വലിയ മെനക്കേട്, കോംപ്ലിക്കേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആവി പിടിച്ചതിന് ശേഷം ശക്തിയായിട്ട് മൂക്ക് ചീറ്റരുത്. കഫം പോകുന്നത് അങ്ങ് പോയിക്കോട്ടെ, ഒഴുകി പോയിക്കോട്ടെ, കൂടുതൽ അത് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മാത്രമല്ല കോവിഡിൻ്റെ ഈ കഫം മറ്റു ബുദ്ധിമുട്ടുകൾ മാറുന്നതുവരെ പുകവലി ശീലമുള്ളവർ കഴിയുന്നത്ര ഈ ഒരു പുകവലി ശീലം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതും നിങ്ങൾക്ക് കഫം വിട്ടുമാറാതെ നിൽക്കുന്നതിന് കാരണമാകാറുണ്ട്. അതേപോലെ യാതൊരു കാരണവശാലും നമ്മുടെ മൂക്കിനകത്തേക്ക് നാട്ടുകാർ പറയുന്ന പല ഒറ്റമൂലികളും കലക്കി ഒഴിക്കരുത്. പലരും ഈ നാരങ്ങയും അല്ലെങ്കിൽ മഞ്ഞളും എല്ലാം കലക്കി മൂക്കിനകത്തേക്ക് ഒഴിക്കുക, കഫം പെട്ടെന്ന് പോകുമെന്ന് പറയും. ഒന്നും ചെയ്യരുത്. ഓൾറെഡി മൂക്കിനകത്ത് കഫത്തിൻ്റെ അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ പല വസ്തുക്കളും മൂക്കിലേക്ക് ഒഴിക്കുമ്പോൾ അത് ഇവിടുത്തെ നീർക്കെട്ട് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് മൂക്കിൽ ബ്ലീഡിങ്, പഴുപ്പ് ബാധയും ബ്ലീഡിങ്, നേസൽ ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ശ്വാസകോശത്തിൽ കഫം വന്നാൽ നിങ്ങൾക്കറിയാം, ഇത്തരത്തിൽ ഒമിക്രോൺ കോവിഡ് വന്ന് മാറുന്നവരിൽ ചുമ കാണുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം ഒച്ചയടപ്പം, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചുമ വരുന്നതും ഒരുപാട് പേരിൽ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള തൊണ്ടയിലും നമ്മുടെ ശ്വാസനാളത്തിലുമുള്ള കഫം പെട്ടെന്ന് പോകാൻ സഹായിക്കുന്ന മാർഗങ്ങൾ വിശദീകരിക്കാം. ഒന്ന്, ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുക. വെള്ളം കൂടുതൽ കുടിക്കുന്നത് ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും കഫം കൂടുതൽ ലൂസ് ആവാനും പെട്ടെന്ന് ഇളകിപ്പോകാനും സഹായിക്കും. രണ്ടാമത്തത് ബ്രീത്തിങ് എക്സസൈസ് ആണ്.
ഞാൻ മുൻപും വിശദീകരിച്ചിട്ടുണ്ട്. ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് നിങ്ങൾ ഒരു 6 സെക്കൻഡ് കൊണ്ട് ശ്വാസം പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് വലിക്കുക. ഒരു 6 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പരമാവധി സ്ലോ ആയിട്ട് ഒരു 8-9 സെക്കൻഡ് കൊണ്ട് ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടുക. ഇത് നിങ്ങൾ ദിവസത്തിൽ 3-4 തവണ ആവർത്തിക്കുക. ഇത് ശ്വാസകോശത്തിലുള്ള കഫം പോകാനായിട്ട് ഒന്ന് ലൂസ് ആകാനും പോകാനും ശ്വാസകോശം പെട്ടെന്ന് വികസിക്കാനും ചുമ കുറയാനും സഹായിക്കും. ഇനി മറ്റൊരു മാർഗം കൂടെ ഉണ്ട്. നമ്മുടെ ശ്വാസനാളത്തിൽ കഫം അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ 2ാം തരംഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ നോർമലി നിന്നതിന് ശേഷം ശ്വാസം പൂർണ്ണമായി ഉള്ളിലേക്ക് എടുത്തിട്ട് വാ വഴിക്ക് ശക്തിയായിട്ട് പുറത്തേക്ക് വിടുക. ശ്രദ്ധിക്കുക. അതായത് മൂക്ക് വഴിക്ക് ശക്തിയായി ഉള്ളിലേക്ക് വലിച്ച് വാ വഴിക്ക് വളരെ പെട്ടെന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളം, നമ്മൾ ശ്വാസകോശം പെട്ടെന്ന് നമ്മൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം പെട്ടെന്ന് ഇളകിപ്പോകാനായിട്ട് സഹായിക്കും. പലപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ചുമ വരികയും കഫം പൂർണ്ണമായും പുറത്തേക്ക് പോവുകയും ചെയ്യും. ശ്രദ്ധിക്കൂ. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചുമ വരുന്നത് കാണാം. ഈ ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് നമ്മുടെ കോവിഡ് വന്ന് മാറിയവരിൽ നമ്മുടെ ശ്വാസനാളത്തിൽ കഫം അടിഞ്ഞുകൂടിയിരിക്കുന്നത് പെട്ടെന്ന് ഇളകി പോകാൻ സഹായിക്കും. ഞാനീ പറഞ്ഞ മാർഗങ്ങൾ ഇപ്പോഴത്തെ ഈ ഒമിക്രോൺ മാറിയവർക്ക്, ഒമിക്രോൺ കഴിഞ്ഞവർക്ക് ഉണ്ടാകുന്ന കഫം, സൈനസിനും തൊണ്ടയിലും ശ്വാസകോശത്തിലും വരുന്ന കഫം പെട്ടെന്ന് ഇളകിപ്പോകാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കോവിഡ് വന്നു മാറി അസ്വസ്ഥതയുണ്ടാക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.